Hey guys, welcome back to Debug Media. ഈ ട്യൂട്ടോറിയൽ നമ്മൾ CSS Flexനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതോടുകൂടി നമ്മൾ CSSന്റെ കോഴ്സ് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ജാവാസ്ക്രിപ്റ്റിലേക്ക് കടക്കുന്നതായിരിക്കും. So, what is Flex? Flex is used to create layouts. അതിൻ്റെ അർത്ഥം നമ്മളെ വെബ്സൈറ്റിലുള്ള എല്ലാ സെക്ഷനും ലേഔട്ട്സും എല്ലാം നമ്മൾ CSS Flex ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ലേഔട്ട്സ് മാത്രമല്ല ഒരു കംപ്ലീറ്റ് വെബ്സൈറ്റ് തന്നെ നമുക്ക് Flex ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അത് വളരെ ഈസിയാണ് യൂസ് ചെയ്യാനും. ഫ്ലെക്സ് വന്നതോടുകൂടി ഫ്ലോട്ട്സിന്റെ ആവശ്യം കഴിഞ്ഞു. ഫ്ലോട്ട് ഉപയോഗിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ രണ്ട് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ആ രണ്ട് കണ്ടെയ്നർ നമുക്ക് സെയിം ലൈൻ ആക്കണമെങ്കിൽ നമ്മൾ ഫ്ലോട്ട് ലെഫ്റ്റും റൈറ്റും അതിന് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ ഫ്ലോ തന്നെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടന്റ് അതിന്റെ അടിയിലിടുന്നു അതൊക്കെ മേലേക്കാണ് പോവുക. അതൊക്കെ ഞാൻ കോഡിന്റെ സെഷനിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സ് മുന്നിൽ വന്നത്. അപ്പോൾ ഫ്ലെക്സ് വന്നതിന് ശേഷം ഫ്ലോട്ടിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനി നമുക്കത് ഒരിക്കലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് വളരെ പഴയ മെത്തേഡാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരും. കാരണം അഥവാ നിങ്ങൾ ഇതിലൊരു പഴയ പ്രൊജക്റ്റിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഫ്ലോട്ട് അറിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് മാറ്റാമെന്നാണ്. കാരണം പണ്ടത്തെ പ്രൊജക്ട്സിൽ ഫ്ലെക്സ് യൂസ് ചെയ്തെന്ന് വരില്ല. പിന്നെ ഫ്ലെക്സ് 1 ഡയമെൻഷനിലാണ്. അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്ലെക്സ് 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ടൈമിൽ റോയോ അല്ലെങ്കിൽ കോളം ആയിട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റോ ആണെങ്കിൽ അതിൽ കോളം പെടില്ല. അപ്പോൾ അതായത് ഒരു സമയത്ത് ഒന്നെങ്കിൽ റോ അല്ലെങ്കിൽ കോളം മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ പകരം ഗ്രിഡ് എന്ന് പറഞ്ഞ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അത് നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കുന്നതായിരിക്കും. ആ ഗ്രിഡ് 2 ഡയമെൻഷനിലാണ്. പക്ഷെ ഫ്ലെക്സ് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലെക്സിൽ ഒരു ടൈമിൽ റോയും ഒരു ടൈമിൽ കോളം ഏതിലൊന്നാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ലേഔട്ട്സ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കോഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എല്ലാ ഈ സബ് സെക്ഷൻ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഓരോ കണ്ടെയ്നർ ഉണ്ടല്ലോ, നമ്മൾ സാധാ ഡിവ് ഉണ്ടാക്കുന്നത് പോലെ. ഈ എല്ലാ ഡിവ് നമ്മളൊരു പാരന്റ് ഡിവിൻ്റെ ഉള്ളിലാണ് ഇടേണ്ടത്. അതാണ് ഈ കണ്ടെയ്നർ ഡിവ്. അതാണ് ഇപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഡിവ്. ഈ കണ്ടെയ്നർ ഡിവിൻ്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാ ഡിവും ഇടുക. ഇപ്പോൾ നമ്മൾ ഫ്ലെക്സ് പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ സെക്ഷനും നമ്മൾ ഈ കണ്ടെയ്നർ ഡിവിൻ്റെ ഉള്ളിലാണ് ഇടുക, അല്ലെങ്കിൽ പാരന്റ് ഡിവ് എന്ന് പറയും. അപ്പോൾ അതിനുള്ളിൽ എത്ര ഡിവ് വരുന്നോ അതൊക്കെ നമ്മൾ ഈ കണ്ടെയ്നർ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് പോയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കോഡിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായി ഫസ്റ്റ് നമുക്കൊരു CSS ഫയൽ വേണം, HTML ഫയലും വേണം. ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡോക് ടൈപ്പും കാര്യങ്ങളും എഴുതുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ടാണ് HTML ടൈപ്പ് ചെയ്തതിന് ശേഷം കൺട്രോളും സ്പേസും കൊടുത്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്നതായിരിക്കും. ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ ഞാൻ ഡീബഗ് മീഡിയ എന്നാണ് എഴുതുന്നത്. ഇനി നമുക്ക് ആ സ്ലൈഡിൽ കണ്ട പോലെ കണ്ടെയ്നർ ഡിവ് ആദ്യം ഇടാം. അപ്പോൾ ഡിവ് ഓർക്കും അതിൻ്റെ ഉള്ളിൽ ക്ലാസ് ആയിട്ട് നമ്മൾ കണ്ടെയ്നർ എഴുതും. ക്ലാസ്സോ ഐഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, അതൊരു പ്രശ്നമല്ല. ഇനി ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ആ സ്ലൈഡിൽ കണ്ട പോലെ 3 ഡിവ് ഇടുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു ഡിവ് ഇട്ട് അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഇൻഡിവിജ്വലായിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ക്ലാസ് നെയിമോ അല്ലെങ്കിൽ ഐഡിയോ കൊടുക്കാം. ഇവിടെ സിമ്പിളായിട്ട് ജസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചൈൽഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു 1 എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് ഒരു നെയിം കൊടുത്താൽ മതി. ഇതിന് 2 എന്ന് പറഞ്ഞ് കൊടുക്കാം, മറ്റേതിന് 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റും കൂടി ഇടാം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ കണ്ടെയ്നർ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും ഇത് സെക്ഷൻ 1 ആണ് മറ്റേത് 2 ആണെന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു ഹെഡർ ടാഗിൻ്റെ ഉള്ളിൽ ഹെഡർ ടാഗ് തുറന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് സെക്ഷൻ 1 എന്ന് എഴുതിയാൽ മതി. മറ്റേതിൻ്റെ ഉള്ളിൽ സെക്ഷൻ 2ഉം സെക്ഷൻ 3ഉം, ഉള്ളിൽ സെക്ഷൻ 3ഉം വരും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മളെ HTMLൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് CSSലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഓപ്പൺ ഇൻ ബ്രൗസർ അത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഫോൾട്ട് ബ്രൗസറിൽ തുറക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് സെക്ഷൻ 1ഉം 2ഉം 3ഉം കിട്ടി. ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു നോർമൽ ഹൈറ്റും വെടുത്തും ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെക്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ CSSലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്റ്റൈൽ ഷീറ്റ് ഇവിടെ ലിങ്ക് ചെയ്തിട്ടില്ല, അത് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ style.css എന്ന് ടൈപ്പ് ചെയ്യും, കാരണം എൻ്റെ ഫയലിൻ്റെ പേര് style.css എന്നാണ്. ഇനി നമുക്ക് HTML വരേണ്ട ആവശ്യമില്ല, നമ്മൾ ഇനി ഫുൾ CSSലായിരിക്കും കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബോഡിയുടെയും H1ൻ്റെ മാർജിൻ എടുത്ത് കളയും. കാരണം നമ്മൾ പഠിച്ചല്ലോ ബോഡിക്കും H1നും ഡിഫോൾട്ടായിട്ട് കുറച്ച് മാർജിനുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ ബോഡി മാർജിൻ 0 എന്ന് ടൈപ്പ് ചെയ്യും. എന്നിട്ട് ഇവിടെ H1 മാർജിൻ 0 എന്ന് ടൈപ്പ് ചെയ്യും. ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർജിൻ എല്ലാം പോകുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മളുടെ ഡിവ് എല്ലാം സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ നമ്മളെ ഡിവിൻ്റെ പേരെല്ലാം 1, 2 and 3 എന്നാണ്. അപ്പോൾ ആദ്യം 1 ഇടും, ഡോട്ട് കോമറ്റിന് ശേഷം .2 ഇടും, കോമറ്റിന് ശേഷം .3 ഇടും. അപ്പോൾ നമ്മൾ 3ഉം മറ്റു ടൈമിലാണ് സ്റ്റൈൽ ചെയ്യുന്നത്. ഇതിന് നമുക്ക് ജസ്റ്റ് വെഡ്ത്ത് ഒരു 300 പിക്സൽ കൊടുക്കാം, ഹൈറ്റ് ഒരു 100 പിക്സൽ കൊടുക്കാം, അല്ലെങ്കിൽ 200 പിക്സൽ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഓറഞ്ച് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും 3 ഡിവായിട്ട്. നമുക്കതിന് വേർതിരിക്കാൻ ജസ്റ്റ് ബോർഡർ ഒരു 1 പിക്സൽ സോളിഡ് വൈറ്റും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ 3 ഡിവും വേർതിരിച്ച്. ഇനി ഇതിപ്പോൾ ഒരു പാരന്റ് ഡിവിൻ്റെ ഉള്ളിലാണല്ലോ ഉള്ളത്. അപ്പോൾ അത് പാരന്റ് ഡിവിൻ്റെ ഉള്ളിലാണ് ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇവിടെ ആ പാരന്റിനെ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്തിട്ടുള്ള കണ്ടെയ്നർ എന്നാണ്. അപ്പോൾ കണ്ടെയ്നറിൽ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ലൈറ്റ് ബ്ലൂ കൊടുക്കാം. ഇവിടെ പാരന്റിന്റെ കളർ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ 3 എന്നുള്ളത്. ഇനി ഒരു കാര്യം കൂടി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ടെക്സ്റ്റ് നമുക്ക് സെൻറ്റർ ആക്കാം. അപ്പോൾ അതിനായി നമ്മൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്യും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് പാഡിങ് കൂടിയും കൊടുക്കാം. അപ്പോൾ പാഡിങ് നമുക്കൊരു 5 പിക്സൽ കൊടുക്കാം. ഇതിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ടെക്സ്റ്റ് സെൻറ്ററിലായിട്ട് കിട്ടി. മേലെന്നും ലെഫ്റ്റും റൈറ്റും ബോട്ടന്നും കുറച്ച് പാഡിങ് കിട്ടി. ഇതിപ്പോൾ നോർമൽ ഫ്ലോ ആണ്. ഒരു കണ്ടെയ്നറിൻ്റെ അല്ലെങ്കിൽ ഒരു എലിമെൻറ്റിൻ്റെ നോർമൽ ഫ്ലോ ഓഫ് ഓർഡർ ആണത്. ഇതിങ്ങനെയാണ് ടോപ്പ് ടു ബോട്ടം ആണല്ലോ വരുന്നത്. കാരണം എല്ലാ എലിമെൻറ്റ്സും ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പോൾ ഫ്ലെക്സ് വെച്ചിട്ട് ചെയ്യാൻ മുമ്പ് നിങ്ങൾക്ക് ഫ്ലോട്ട്സിൻ്റെ പ്രോപ്പർട്ടി ആദ്യം പഠിപ്പിച്ചു തരാം. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് ഫ്ലോട്ട്സിന് യൂസ് ചെയ്യാത്തത്. അപ്പോൾ അതിനായി നമുക്ക് നോക്കാം. ഇതാ ഈ കേസിൽ ഇപ്പോൾ ഈ എല്ലാ സാധനവും ഇപ്പോൾ എനിക്ക് ലെഫ്റ്റ് വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഫ്ലോട്ട് ലെഫ്റ്റ് എന്നാണ് ടൈപ്പ് ചെയ്യുക. ഇത് റീഫ്രഷ് ചെയ്താൽ ഇതൊക്കെ ഒരു ലൈനിൽ കിട്ടും. പക്ഷേ പാരൻറ്റിൻ്റെ ഹൈറ്റൊക്കെ പോവും, കാരണം അതിൻ്റെ ഫ്ലോ പോയി. ഇനിയിപ്പോൾ ഇതല്ല, ഇനിയിപ്പോൾ ഈ ഒരു സാധനം മാത്രം റൈറ്റിലേക്ക് വേണമെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിട്ട് .3 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഫ്ലോട്ട് റൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യും. ആ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൈറ്റിലേക്ക് വരും. പക്ഷേ ഈ ഫ്ലോ പോവാൻ കാരണം ഞാൻ കാണിച്ചു തരാം. HTML വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഫൂട്ടർ ഇട്ടെന്ന് വിചാരിച്ചു. ഫൂട്ടർ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് എന്ന് എഴുതി. ഓക്കെ, ഇനിയിപ്പോൾ ഇത് റീഫ്രഷ് ചെയ്താൽ നോക്കിക്കോ, അത് ഇവിടെ വന്ന് കിടക്കും. കാരണം ഇതിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ അതുള്ളത്. കുറച്ചുകൂടി ക്ലിയർ ആയി കാണണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫൂട്ടർ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫൂട്ടർ ഉള്ളത് ഇതിൻ്റെ മേലാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എന്തൊക്കെ എഴുതുന്നു, ഇതിപ്പോൾ ഫൂട്ടർ തന്നെ ഞാൻ ഇപ്പോൾ കുറേ പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരിക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫ്ലോട്ട് ഉപയോഗിച്ചപ്പോൾ വെബ്സൈറ്റിൻ്റെ ഫ്ലോ തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ എലിമെൻറ്റ്സിന് അറിയില്ല അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് എൻഡ് ചെയ്യണതും. അപ്പോൾ ഈ ഫ്ലോ വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ട് ഇനി ക്ലിയർ ബോത്ത് എന്ന് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാലാണ് ഈ സാധനം പഴയ പോലെ താഴെ വരുള്ളൂ. പിന്നെ ഈ സെക്ഷൻ 2 ഇനി സെൻറ്ററിലാക്കണമെങ്കിലും അത് വളരെ കുറേ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഈ ടോപ്പിലത്തെ ഭാഗം മാത്രമാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയത്. അപ്പോൾ ഇനിയും കുറേ സെക്ഷൻസ് വരുമ്പോൾ അതിനൊക്കെ ഫ്ലോട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലോ പോവും. പിന്നെ നമ്മൾ മറക്കാതെ ക്ലിയർ ബോത്ത് എഴുതണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണ് വലിയൊരു വെബ്സൈറ്റ് നമ്മൾ 10-15 പേജസിനൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് CSS Flex ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഈ സെയിം സാധനങ്ങളൊക്കെ തന്നെ CSS Flex ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി നമ്മൾ ഫസ്റ്റ് ഇതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യും. ആവശ്യമില്ലാത്ത കോഡുകളൊക്കെ ഈ ഫ്ലോട്ടൊക്കെ നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ എടുത്ത് കളയാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ റീഫ്രഷ് ചെയ്ത് നമുക്കിത് നോർമലായിട്ട് കിട്ടി. ഇനി നമുക്ക് CSSൽ പോയിട്ട് ഫ്ലെക്സ് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ഫ്ലെക്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ എഴുതാൻ പോകുന്നത് ഈ പാരന്റ് ഡിവിൻ്റെ ഉള്ളിലാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ എഴുതുന്നതൊക്കെയാണ് ഇതിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതും, പക്ഷെ അത് ഫ്ലെക്സിൻ്റെ സബ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. പക്ഷേ എല്ലാ ബാക്കിയുള്ള അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാരന്റിൻ്റെ ഉള്ളിലായിരിക്കും എഴുതുക. അപ്പോൾ അതിനായി നമ്മളിവിടെ ഫസ്റ്റ് വന്നിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാം ഇത് ഒക്കെ ഒരു ലൈനായി. പക്ഷേ ഇതിൻ്റെ ഇത് നഷ്ടപ്പെട്ടിട്ടില്ല. ഫ്ലോട്ട് ഉപയോഗിച്ചപ്പോൾ ഇത് പോയില്ല, പക്ഷേ ആ സാധനം ഒന്നും പോയിട്ടില്ല. കാരണം ഇത് കറക്റ്റ് ഓർഡറിലാണ് ഇപ്പോഴും പോണത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് റോ ആണ്, എന്തുകൊണ്ട് കോളം ആയില്ല നിങ്ങൾ ചോദിച്ചാൽ കാരണം ഇതിൻ്റെ ഡിഫോൾട്ട് റോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോളം ആക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫ്ലെക്സ് ഡയറക്ഷൻ കോളം എന്ന് കൊടുത്താൽ മതി. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പഴയ പോലെ കോളമായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലാപ്ടോപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് റോ ആയിട്ട് വേണം, മൊബൈൽ വ്യൂവിൽ കോളമായിട്ട് വേണമെന്ന് വെച്ചാൽ മീഡിയ ക്വയറി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത്ര പിക്സൽ കഴിഞ്ഞാൽ കോളമായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മീഡിയ ക്വയറീസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഞാൻ വരുന്ന ട്യൂട്ടോറിയൽസിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കിത് ഡിഫോൾട്ടായിട്ട് റോ ആയിട്ട് കിടന്നോട്ടെ. ഇനി ഈ റോവിന് തന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഉള്ളത് സെക്ഷൻ 1, 2 and 3 ആണ്. ഇനിയിപ്പോൾ ഈ റോ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർ റിവേഴ്സ് ആയിട്ടുള്ള അലൈൻമെൻറ്റ് വേണമെന്ന് വെച്ചാൽ, അതായത് ഈ 3 സെക്ഷൻ ഈ അറ്റത്തും പിന്നെ ഈ 3 ഇതിൻ്റെ ഫ്രണ്ടിലും വരുന്ന വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് റോ ഡാഷ് റിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇത് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അതിൻ്റെ ഓർഡറും മാറി, അതിൻ്റെ അലൈൻമെൻറ്റും മാറി. കാരണം നേരത്തെ എന്താണ് ഉണ്ടായിരുന്നത് അതിൻ്റെ പ്രോപ്പർ റിവേഴ്സാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് പഴയ പോലെ കൊണ്ടുവരാം. ജസ്റ്റ് റോ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതുമല്ലാതെ നമുക്ക് ഈ 3ൻ്റെ ഓർഡർ മാറ്റാൻ പറ്റും. ഈ 3 നമുക്ക് നടുവിലാക്കാൻ പറ്റും, നടുവിൽ നമുക്ക് ലെഫ്റ്റിക്കൊക്കെ ആക്കാൻ പറ്റും. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സ്പേസിങ്ങും കാര്യങ്ങളും നോക്കാം. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ ഫ്ലോട്ട് റൈറ്റ് കൊടുത്തപ്പോൾ ഇത് റൈറ്റിലേക്ക് പോയി, പക്ഷേ ഇത് അവിടെ നിന്ന് ഇതിന് സെൻറ്ററിലാക്കാൻ നമുക്ക് വേറെ വഴിയില്ല. പക്ഷേ ഫ്ലെക്സിൻ്റെ കേസിൽ നമുക്ക്
ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അത് ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ 3 സെൻറ്ററിലാക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ 3 സെൻറ്ററായി. ഇനിയിപ്പോൾ ഈ 3 റൈറ്റിൽ വരുന്ന വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫ്ലെക്സ് എൻഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 3 ഇപ്പോൾ റൈറ്റിൽ കിടന്നു. പിന്നെ ഉണ്ട് ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, അതായത് നോർമലായിട്ട് കിടക്കും ഫ്രണ്ടിൽ വന്നിട്ട്. ഇതിപ്പോൾ റീഫ്രഷ് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഈ 3 ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നത്, കാരണം ഇതാണ് അതിൻ്റെ ഡിഫോൾട്ട് അലൈൻമെൻറ്റ്. പിന്നെ വേറെ കുറേ ഉപകാരപ്പെടുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. നോർമലി ഇപ്പോൾ നമുക്ക് ഈ സെക്ഷൻ 2 സെൻറ്ററിൽ വരണം, സെക്ഷൻ 3 ഈ റൈറ്റിലേക്ക് വരുന്ന വെച്ചാൽ നമ്മൾ മാർജിൻ ലെഫ്റ്റും മാർജിൻ റൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് അതിനെ നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ പൊസിഷൻ റിലേറ്റീവ് ഇതൊക്കെ കൊടുത്തിട്ട് നിർത്തും. അപ്പോൾ ഇതിനെല്ലാം സൊല്യൂഷനായിട്ട് ഇവിടെ സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കോ നിങ്ങൾക്കതാ ഇത് സെൻറ്ററായിട്ട് കിട്ടും, ഇത് റൈറ്റിലേക്കായിട്ട് നിൽക്കും. ജസ്റ്റ് 1 ലൈൻ ഓഫ് കോഡിൽ കുറേ മാർജിനും പാഡിങ്ങും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സ്പേസ് വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് സ്പേസ് അറൗണ്ട് എന്ന് കൊടുത്താൽ മതി. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും സ്പേസ് ഉണ്ടാവും. അത് ഈക്വലി വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഈവൻലി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് ഈക്വൽ സ്പേസ് റൈറ്റിലും ലെഫ്റ്റിലും എടുക്കും. അപ്പോൾ ഇത്രയും നല്ല പ്രോപ്പർട്ടീസ് ആണ് ഫ്ലെക്സിലുള്ളത്. പിന്നെ വേറൊരു സിറ്റുവേഷൻ വരും, അതായത് ഫോർ എക്സാമ്പിൾ ഞാനിത് ഇവിടെ ഒരു ഹൈറ്റ് 400 പിക്സൽ കൊടുക്കണം. എന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അടിയിൽ കുറേ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോഴും മേലെയാണുള്ളത്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ എനിക്ക് ഈ 3 സെൻറ്ററിലാക്കണമെന്ന് വെച്ചാൽ നോർമലി നമ്മൾ മാത്ത് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഇത് സെൻറ്ററിൽ വരുത്താറ്. നമ്മൾ ഒന്നെങ്കിൽ പാഡിംഗ് ടോപ്പ് അല്ലെങ്കിൽ മാർജിൻ ടോപ്പ് കൊടുക്കും കണ്ടെയ്നറിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഈ കോംപ്ലക്സിറ്റി എല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അലൈൻ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട് ഫ്ലെക്സിൻ്റെ തന്നെ. അത് നമ്മൾ ഇതിൽ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഈ 3 സിമ്പിളായിട്ട് സെൻറ്ററായി. ഇനിയിപ്പോൾ ഈ 3 താഴെ വരാമെന്ന് വെച്ചാൽ നമ്മൾ നോർമലി പൊസിഷൻ ആബ്സലൂട്ട് ബോട്ടം 0 കൊടുക്കുമ്പോഴാണ് ഇത് മൊത്തം താഴെ വരാറ്. പക്ഷേ ഈ കേസിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നേരത്തെ ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുത്ത പോലെ ഫ്ലെക്സ് എൻഡ് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 3 താഴേക്ക് എടുക്കും. ഇനി മേലെ വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്താൽ മതി. അപ്പോൾ മേലെ വന്ന് കിടക്കും. അപ്പോൾ ഇതാണ് അലൈൻ ഐറ്റംസിൻ്റെ പ്രത്യേകത. ഇപ്പം ഞാൻ എഴുതിയിട്ടുള്ള ഈ എല്ലാ പ്രോപ്പർട്ടീസും ഫ്ലെക്സിൻ്റെതാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും വർക്കാവില്ല, കാരണം ഇതൊക്കെ ഫ്ലെക്സ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് ഇതെല്ലാം പ്രോപ്പർട്ടീസ് വർക്ക് ആവുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി നോക്കാം. അതായത് ഇപ്പം ഞാനിത് റീഫ്രഷ് ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ ജസ്റ്റിഫൈ കണ്ടിട്ട് ഞാൻ കമൻറ്റ് ചെയ്തു. അലൈൻ ഐറ്റംസും വേണ്ട നമുക്ക് ഈ കേസിൽ. എന്നിട്ട് ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം ഇത് ലെഫ്റ്റിൽ പോയി കിടക്കണം. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ ഇവിടെ കുറേ എംപ്റ്റി സ്പേസ് ഉണ്ട്, അതായത് ഇത് മൊത്തം വിഡ്ത്തെടുത്തില്ല, ഇത് വേറെ കണ്ടന്റും ഇല്ല. അപ്പോൾ ഈ വിഡ്ത്ത് ഓട്ടോമാറ്റിക് ഫില്ലാവണം. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉപയോഗിക്കും. അത് ഡിസ്പ്ലേ ഫ്ലെക്സ് അല്ല, ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ചൈൽഡിൻ്റെ ഉള്ളിലാണ്, അതായത് ഇത് പാരൻറ്റും ഇത് ചൈൽഡാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സബ് പ്രോപ്പർട്ടീസിൻ്റെ കാര്യം ഫ്ലെക്സിൻ്റെ, അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ 3 നമ്മൾ ഈക്വൽ വിഡ്ത്ത് എടുക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫ്ലെക്സ് 1 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഈ വിഡ്ത്ത് എടുത്ത് കളയാം. എന്നിട്ട് നമ്മൾ റീഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈക്വൽ ആയിട്ട് വിഡ്ത്തെടുക്കും. ഇനി ഇതിൻ്റെ ഉള്ളിൽ എത്ര കണ്ടന്റ് വന്നാൽ പോലും അല്ലെങ്കിൽ എത്ര കണ്ടെയ്നേഴ്സ് വന്നാൽ പോലും അതും ഈക്വൽ വിഡ്ത്തിലായിരിക്കും കിടക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ 3 എടുത്തിട്ട് ഒന്നുകൂടി കോപ്പി പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം പിന്നെയും ഈക്വൽ സ്പേസ് എടുത്തിട്ടാണ് അടുത്ത കണ്ടെയ്നറും വന്നത്. അപ്പോൾ ഇതാണ് ഈ ഫ്ലെക്സ് 1ൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ ഈ സാധനം റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലെക്സ് 1ഉം 3ഉം നോർമൽ വിഡ്ത്താവണം, പക്ഷേ സെക്ഷൻ 2 കുറച്ചുകൂടി വലുപ്പം വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് സെക്ഷൻ 2ന് മാത്രം ഫ്ലെക്സ് 2 കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെക്ഷൻ 2 ബാക്കിയുള്ളതിനെക്കാളും കുറച്ചുകൂടി വലുപ്പമായിരിക്കും. പക്ഷേ ഈ നമ്പർ അൺലിമിറ്റഡ് അല്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു നമ്പർ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ വളരില്ല. ഇതിപ്പോൾ ഞാനിവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സെക്ഷൻ 2 വളരും. പക്ഷേ ഒരു നമ്പർ എത്തി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വളരില്ല. അത് അതിൻ്റെ അടുത്ത് അത് മാക്സിമം വിടുത്തെത്തി എന്നാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ 200 പിക്സൽ കൊടുത്തതുകൊണ്ടാണ് ഇത് ഇവിടെ സ്റ്റോപ്പ് ആയത്. പക്ഷേ ഇത് നമ്മൾ 200 കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഡിഫോൾട്ടായിട്ട് ഫുൾ ഹൈറ്റ് എടുക്കുന്നതാണ് കണ്ടെയ്നറിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെക്സ് 1 റിമൂവ് ചെയ്തിട്ട് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വിഡ്ത്ത് 300 പിക്സൽ കൊടുക്കണം. അപ്പോൾ എല്ലാത്തിനും 300 പിക്സൽ കിട്ടും. ഇതിപ്പോൾ ഞാനിവിടെ ബ്രൗസർ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ, അതായത് ഒരു ടാബ് വ്യൂവിലൊക്കെ ഇത് തട്ടി കഴിഞ്ഞാൽ താഴെ പോകണം. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്കിൽ പഠിച്ചല്ലോ, അത് മുട്ടി കഴിഞ്ഞാൽ താഴെ പോകുന്ന കാര്യം. അപ്പോൾ ഈ കേസിൽ നമ്മളതെങ്ങനെ ചെയ്യും? അപ്പോൾ അതിന് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞിട്ട്. ഫ്ലെക്സ് റാപ്പിൽ നമ്മൾ റാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ എൻഡിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ പോകുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീഫ്രഷ് ചെയ്തിട്ട് ഇത് ഇവിടെ എൻഡിൽ മുട്ടി കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് താഴെ പോകും. അപ്പോൾ അതാണ് ഫ്ലെക്സ് റാപ്പിൻ്റെ പ്രത്യേകത.
അപ്പോൾ അത് റെസ്പോൺസീവ്നെസ്സിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇനിയിപ്പോൾ ഇവിടെ എം ടി സ്പേസ് വന്നിൽ നിങ്ങൾക്ക് ഈ തേർഡ് സെക്ഷൻ മാത്രം ഫില്ലായിട്ട് കിടന്നാൽ മതി, ബാക്കി രണ്ടെണ്ണം നോർമലായിട്ട് കിടന്നാൽ മതി എന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് .3 എന്ന് എഴുതിയിട്ട് ഇവിടെ flex1 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് ഫുൾ സ്പേസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി നോക്കാം. അതിനാണ് ഓർഡർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെക്ഷൻ 3 നമുക്ക് ഫ്രണ്ടിലൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അത് ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഈ തേർഡ് സെക്ഷൻ ഇവിടെ ഫസ്റ്റിൽ വരുന്ന വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ .1ന് നമ്മൾ ഓർഡർ എന്ന പ്രോപ്പർട്ടി ചെയ്തിട്ട് 3 കൊടുക്കും. കാരണം 3 എന്ന് കൊടുത്താൽ അത് മൂന്നാമത്തെ സ്ഥലത്തേക്ക് വരും, സെക്ഷൻ 3ൻ്റെ സ്ഥലത്തേക്ക്. എന്നിട്ട് നമ്മൾ .2നെ 2 ആയിട്ട് തന്നെ നിർത്തും, ഓർഡർ 2 കൊടുക്കും. .3നെ അതായത് തേർഡ് സെക്ഷനെ നമ്മൾ ഫസ്റ്റിലേക്ക് നിർത്തും. ഇനിയിപ്പോൾ ഇത് റീഫ്രഷ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും സെക്ഷൻ 3 ഇപ്പോൾ അതാ ഫസ്റ്റ് പ്ലേസിലായി, സെക്ഷൻ 1 ലാസ്റ്റ് പ്ലേസിലായി. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർഡർ മാറ്റാൻ പറ്റും. ഇത് ഉപകാരപ്പെടാം മൊബൈൽ റെസ്പോൺസീവ്നെസ്സിലാണ്. കാരണം ഇപ്പോൾ സെക്ഷൻ 1 ലാപ്ടോപ്പിൽ മാത്രം നമുക്ക് ഫ്രണ്ടിൽ വന്നാൽ മതി, മൊബൈലിൽ അത് ലാസ്റ്റിൽ വരുന്ന വെച്ചാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഫ്ലെക്സിൻ്റെ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും പഠിച്ചു. ഇനി ഇത് തന്നെ നമ്മൾ കോലം യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഫക്റ്റ് ആവുക എന്ന് നോക്കാം. അപ്പോൾ അതിനായി ഫസ്റ്റ് നമ്മൾ ചെയ്തതെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ പോയിട്ട് റോയിൻ്റെ പകരം നമുക്ക് കോലം എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് റീഫ്രഷ് ചെയ്താൽ നമുക്കിപ്പോൾ കാണാം ഇത് കോളമായിട്ട് കിട്ടി. ഇപ്പോൾ കോളം ആവുമ്പോൾ ടോപ്പ് ടു ബോട്ടം ഓർഡറിലാണ്. അപ്പോൾ വെടുത്ത് ഫുൾ പെർസെൻറ്റേജ് എടുക്കാണ്ടിരുന്ന കാരണം നമ്മളിവിടെ വെടുത്ത് 300 പിക്സൽ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ റോ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈറ്റ് 100% എടുക്കും, കാരണം അത് റോ ആയതുകൊണ്ട്. കോളം ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വെടുത്ത് 100% എടുക്കും, റോ എടുക്കില്ല. കാരണം റോ നമ്മൾ നേരത്തെ ഫ്ലെക്സ് 1 കൊടുത്ത പോലെ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലെക്സ് 1 കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ റോന് എഫക്റ്റ് ആയതുപോലെ ഇത് ഫുൾ ഹൈറ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഫ്ലെക്സ് 1 കോളമിലും റോയിലും കൊടുത്താലുള്ള വ്യത്യാസം. അപ്പോൾ റോയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വെടുത്താണ് എടുക്കുന്നത്, കോളമിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഈ ഫ്ലെക്സ് 1 ഒന്ന് റിമൂവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് റീഫ്രഷ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം ഹൈറ്റൊക്കെ നമ്മൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ഹൈറ്റിലാണ് എടുക്കുന്നത്, കാരണം കണ്ടന്റ് എത്രയാണോ അത്രയാണ് ഹൈറ്റ് വരുള്ളൂ. പക്ഷെ വെടുത്ത് ഫുള്ള് വരും, കാരണം അത് ഫ്ലെക്സ് കോളം ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ 3 സാധനം നമുക്ക് സെൻറ്റർ ആക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ട് അലൈൻ ഐറ്റം സെൻറ്റർ എന്നാവും നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇത് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് സെൻറ്റർ ആവില്ല. അതിൻ്റെ എല്ലാ ബാക്കിയുള്ള റിമൈനിങ് വെടുത്തും എടുത്തിട്ടാണ് അത് സെൻറ്റർ ആക്കുന്നത്. അപ്പോൾ അതാണ് അലൈൻ ഐറ്റംസ് കോളത്തിൽ കൊടുത്താലുള്ള പ്രത്യേകത. പക്ഷേ ഈ കേസിൽ ഇത് സെൻറ്റർ ആക്കാൻ നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ കൊടുക്കും. എന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിപ്പോൾ സെൻറ്ററിൽ കിട്ടി. അപ്പോൾ നമ്മൾ റോൾ എന്താണോ ചെയ്തത് അതിൻ്റെ എല്ലാ ടൈപ്പിലും ഓപ്പോസിറ്റാണ് കോളത്തിൽ വരുന്നത്. അപ്പോൾ റോൾ നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ ആക്കി ഉപയോഗിച്ചാൽ ഇതിൽ അലൈൻ ഐറ്റംസ് ആണ് സെൻറ്റർ ആക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ ഒരു സെൻറ്ററിൽ വന്നത്. ഇനിയിപ്പോൾ ഈ കേസിൽ നമ്മളിവിടെ ജസ്റ്റ് ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നോർമലി ഇത് മേലേക്കാണ് പോവുക റോവിൻ്റെ കേസിൽ, പക്ഷേ ഈ കേസിൽ ഇത് ലെഫ്റ്റിലേക്ക് വരും. അപ്പോൾ അതാണ് റോയും കോളം തമ്മിലുള്ള വ്യത്യാസം. ഇതോടുകൂടി നിങ്ങൾക്ക് ഫ്ലെക്സിൻ്റെ ലേഔട്ട് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ട്യൂട്ടോറിയൽ ഞാൻ അഡോബ് എക്സ്ടി പഠിപ്പിച്ചു തരും. ആ അഡോബ് എക്സ്റ്റിയിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ ആയിരിക്കും നമ്മൾ ഈ CSS ഫ്ലെക്സും HTML-ഉം വെച്ചിട്ട് വെബ്സൈറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അത് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഹോസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ കാണിച്ചു കൊടുക്കാം. അതായത് നിങ്ങൾ ചെയ്ത വെബ്സൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതാണ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി അടുത്ത ട്യൂട്ടോറിയൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.